ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. നമ്മള് രഥയാത്രയെ പറ്റിയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് പറയുന്നത് നമ്മള് ആ, ഈ രഥയാത്ര ശ്രീമന്ദിരത്തിൽ നിന്ന് ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ഗുണ്ടിജ മന്ദിരത്തിലേക്കാണ് പോകുന്നത്. ഇന്ദിര തിരുമ മഹാരാജാവിന്റെ പത്നിയാണ് ഗുണ്ടിജ ദേവി. അപ്പൊ അവരുടെ വീട്ടിലേക്കാണ് 9 ദിവസത്തെ ചടങ്ങുകളാണുള്ളത്. അപ്പൊ അത് എങ്ങനെയാണ് രഥയാത്ര, ആദ്യമായിട്ടുള്ള രഥയാത്ര എവിടെ നടന്നു, എങ്ങനെയാണ് അതിന്റെ പ്രതീകാത്മകമായ രഥയാത്ര എവിടെയാണ് നടന്നത്? അത് കുരുക്ഷേത്രത്തിലായിരുന്നു. ഭഗവാനും ദ്വാരകാധീശനായ ഭഗവാൻ പരിവാരങ്ങളുമായിട്ട് ആ, ഇതുപോലെ കുരുക്ഷേത്രത്തില് അവര് സൂര്യഗ്രഹണത്തിന് പിതൃക്കന്മാരെയൊക്കെ ഉപാസിക്കുന്ന ആ ഒരു ചടങ്ങിന് ഗ്രഹണ ദിവസങ്ങളിൽ പിതൃക്കന്മാർക്കൊക്കെ ബലിതർപ്പണം നടത്താറുണ്ട്. അപ്പൊ ഭഗവാനും പത്നിമാരെല്ലാവരും പരിവാരങ്ങളും എല്ലാവരുമായിട്ട് ഈ പറയുന്ന കുരുക്ഷേത്രത്തിൽ എത്തുന്നു. അപ്പൊ വൃന്ദാവനത്തിൽ നിന്ന് കുരുക്ഷേത്രത്തിലേക്ക് അധികം ദൂരമില്ല. ദ്വാരകയിലേക്കാണെങ്കിൽ അത്യാവശ്യം ദൂരമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ രാധാറാണിയും അതുപോലെ തന്നെ നന്ദഗോപരും യശോദാ മാതാവും ആ, മറ്റുള്ള ഗോപികോപന്മാരും എല്ലാവരും ഇവിടെ ഭഗവാനെ അവിടെ വെച്ചിട്ട് ദർശനം എടുക്കാനായിട്ട് അവരും എന്ത് ചെയ്തു, ഈ പറയുന്ന കുരുക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ബലരാമ സ്വാമിയും സുഭദ്ര മാതാവും ഭഗവാനും 3 രഥങ്ങളിലായിട്ടാണ് വന്നത്. വന്നു കഴിഞ്ഞ് അവര് ഈ ബലിതർപ്പണങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്താണ് ഇതുപോലെ തന്നെ ഈ രഥത്തിൽ പിടിച്ച്, അതുപോലെ രാധാറാണി അടക്കമുള്ള ഗോപികമാര് വൃന്ദാവനത്തിന്റെ ആ ഒരു വശത്തേക്ക് അവരെ പിടിച്ചു വലിക്കുന്ന ആ ഒരു ഭാഗമാണ്. വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ ഭഗവാൻ എന്തുമാത്രം സന്തോഷമായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഭഗവാൻ ഏത് സമയവും വൃന്ദാവനമാണ് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്, അല്ലേ? അപ്പൊ ആ വൃന്ദാവനത്തിലേക്ക് നോക്കി, ആ വൃന്ദാവനത്തിലേക്ക് ആ ഭക്തര്, ഭഗവാന്റെ പരമഭക്തരായിട്ടുള്ള ഗോപികമാരും എല്ലാവരും കൂടി ഭഗവാനെ പിടിച്ച് വലിക്കുന്ന ആ ആ ഒരു ചടങ്ങാണ് ആദ്യത്തെ രഥയാത്രയായിട്ട്. അത് ഇന്നും കൊണ്ടാടുന്നു, വലിയ രഥയാത്രയായിട്ട്. അങ്ങനെയാണ് രഥയാത്രയുടെ തുടക്കം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ എന്തായാലും ദ്വാരകാവാസികളുടെ രാജാവാണ്. ആ, അതുപോലെ തന്നെ രാധാറാണിയും അതുപോലെ ഗോപികുമാരൊക്കെ പറയുന്നു, ഈ ഇതുപോലെ ഒരു കിരീടം വെച്ചിട്ടുള്ള രാജാവായിട്ടുള്ള കൃഷ്ണനെ അല്ല, ഓടക്കുഴലൂതുന്ന തലപ്പാവ് വെച്ചിട്ടുള്ള വനമാലയൊക്കെ ധരിച്ച മഞ്ഞപ്പെട്ടിട്ട് കൊടുത്ത ആ ഒരു കൃഷ്ണനെയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് അവരെല്ലാവരും വൃന്ദാവനത്തിലേക്ക് ഭഗവാനെ കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങുന്നു. പഴയ ഗോപാലനായിട്ട്, ഞങ്ങളുടെ കളിക്കൂട്ടുകാരനായിട്ടുള്ള കൃഷ്ണനെയാണ് വേണ്ടി, ഈ വേഷം ചേരില്ല എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ ഒരുങ്ങുകയും അവിടെ ഒരു തർക്കം നടക്കുകയും വൃന്ദാവന വാസികള് വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയും അതുപോലെ ദ്വാരകാവാസികള് ദ്വാരകയിലേക്ക് തിരിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. തർക്കം നടക്കുമ്പോൾ മധ്യസ്ഥനായിട്ട് നാരദമുനി ബ്രഹ്മദേവനൊക്കെ എത്തുകയും അങ്ങനെ തർക്കം പരിഹരിച്ചിട്ട് ഭഗവാൻ ഇതുപോലെ തന്നെ 9 ദിവസം വൃന്ദാവനത്തില് ആ, ഭക്തർക്ക് ആ, ആ, ദർശനം കൊടുക്കാനായിട്ട്, ഗോപീഗോപന്മാർക്ക് ദർശനം കൊടുക്കാനെത്താം എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തതായിട്ടാണ് ആ, പല പുരാണങ്ങളിലും പറയുന്നത്. അങ്ങനെ അതിനെ സംബന്ധിച്ചിട്ട് കുറെ ആ, കഥകളുണ്ട്. നമുക്കിനി ആ, രഥയാത്ര ദിവസം ഉള്ള പ്രധാനപ്പെട്ട ആ, ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് നോക്കാം. അക്ഷയ തൃതീയയുടെ ദിവസം ആണ് ഇത് തുടങ്ങുന്ന രഥയാത്ര. രഥത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നു. അപ്പൊ രഥയാത്രയ്ക്ക് 2 മാസം മുൻപാണ് ഈ രഥങ്ങളുടെ നിർമ്മാണം. അത് പ്രത്യേക വനങ്ങളിൽ നിന്ന് ആ, തെരഞ്ഞെടുത്ത മരങ്ങളാണ് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓരോ വർഷവും പുതിയ രഥങ്ങളാണ് നിർമ്മിക്കുന്നത്. പഴയ രഥങ്ങളൊന്നും വീണ്ടും ഉപയോഗിക്കാറില്ല. പിന്നെ അടുത്തത് സ്നാന പൗർണമി ദിവസം, അല്ലെങ്കിൽ ജ്യേഷ്ഠ പൗർണമി എന്ന് പറയുന്നു. അപ്പോൾ ജഗന്നാഥനും ബലഭദ്രനും സുഭദ്ര മാതാവിനും സുദർശന ചക്രത്തിനും മുറ്റിട്ട് കലശത്തിൽ അഭിഷേകം ചെയ്യുന്നു. അങ്ങനെ ആ, അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള മൂന്നാമത്തെ ചടങ്ങ് അനവസര സമയമാണ്. അഭിഷേകത്തിന് ശേഷം ഭഗവാന് ജ്വരം പിടിച്ചു എന്ന ഭാവത്തിൽ ഒരു 15 ദിവസത്തോളം പൊതുദർശനം ഉണ്ടാകത്തില്ല. ആ സമയത്ത് ഭഗവാൻ ഔഷധ സേവയാണ് ഭഗവാന് നിവേദ്യമായിട്ട് കൊടുക്കുന്നത്. പിന്നെ ആ, അളയർനാഥാണ് ഭഗവാന് ദർശനം എടുക്കേണ്ടവർ പോയി എടുക്കുന്നത്. അടുത്ത് 4-ാമത്തെ ചടങ്ങ് എന്ന് പറയുന്നത് നവയൗവന ദർശനം. അതിനുശേഷം പുതു യൗവനത്തോടെ ഭഗവാൻ വീണ്ടും ദർശനം കൊടുക്കുന്നു. വിഗ്രഹങ്ങൾക്ക് പുതിയ അലങ്കാരവും ശൃംഗാരവും എല്ലാം വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 5-ാമത്തെ രഥയാത്ര ദിവസം, ആ രഥയാത്രാ ദിവസത്തിലുള്ള ചടങ്ങുകൾ പഹണ്ഡി വിജയ് എന്ന് പറഞ്ഞ് ആ ഒരു ചടങ്ങാണ്. ഭഗവാനെ രഥത്തിലേക്ക് ആനയിക്കുന്ന ചടങ്ങ്. അത് വളരെ മനോഹരമാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും യൂട്യൂബിൽ, അല്ലെ? ഭഗവാൻ ഇങ്ങനെ മടിച്ച് ഇങ്ങനെ
ഭഗവാന്റെ വെയിറ്റ് ഒക്കെ കൂടും. അതായത് അത്രയും പേര് പിടിച്ചിട്ട് കൂടി താങ്ങാൻ പറ്റാത്ത, അതായത് ഭഗവാൻ ആ ഭക്തരുമായിട്ട് ആ സമ്മേളിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ സ്വമേധയാ ഭഗവാന്റെ ഭാരം കൂട്ടിക്കൊടുക്കുന്ന ആ ഒരു ചടങ്ങ്. അപ്പൊ ഭക്തർക്ക് ഭഗവാൻ ഉന്തിത്തള്ളിയാണ് രഥത്തിലേക്ക് കയറ്റി കൊണ്ടുപോകുന്ന ആ ഒരു ചടങ്ങാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ 3 രഥങ്ങളുണ്ട്. അത് നന്ദിഘോഷം ജഗന്നാഥന്റെ രഥത്തിന്റെ പേരാണ്. 16 ചക്രങ്ങളുണ്ട്, മഞ്ഞയും ചുവപ്പും നിറമുള്ള ആവരണം. ഗരുഡധ്വജം ആണ് അതിനുള്ളത്. പിന്നെ താലധ്വജം എന്ന് പറയുന്ന രഥമാണ് ബലഭദ്രന്റേത്. 14 ചക്രങ്ങൾ, പച്ചയും ചുവപ്പും ചേർന്ന നിറം. പിന്നെ സുഭദ്ര മാതാവിന്റെ ഒരു രഥത്തിന് പറയുന്ന പേര് ദർപ്പദലനം അല്ലെങ്കിൽ ദേവദലനം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതിന് 12 ചക്രങ്ങളാണുള്ളത്. കറുപ്പും ചുവപ്പും നിറങ്ങളാണ്. ഓരോ രഥത്തിനും സ്വന്തം സാരഥി ഉണ്ടായിരിക്കും, സ്വന്തം കുതിരകൾ ഉണ്ടായിരിക്കും, സ്വന്തം ധ്വജം ഉണ്ടായിരിക്കും, സ്വന്തം രക്ഷാദേവതകളും ഉണ്ടായിരിക്കും. അടുത്ത 7ാമത്തെ ചടങ്ങാണ് ചേറ പഹ്റ എന്ന് പറയുന്നത്. അതായത് പുരിയിൽ ഇപ്പോഴും ആ രാജ പരമ്പരയിൽപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പൊ ഗജപതി മഹാരാജാവ് സ്വർണ്ണ ചൂലുകൊണ്ട് രഥം വൃത്തിയാക്കുന്ന ചടങ്ങാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ടാണ് കാണുന്നത്. രാജാവും ഭഗവാന്റെ മുൻപിൽ സേവകനാണ്. ഇതൊരു വിനയത്തിന്റെ ആ ഒരു പ്രതീകമായിട്ടാണ് ഇത് കാണിക്കുന്നത്. പിന്നെ 8ാമത്തെ ചടങ്ങ് രഥം വലിക്കല്. ലക്ഷക്കണക്കിന് ഭക്തന്മാർ ചേർന്ന് ആ രഥം വലിക്കുന്നു. ആ രഥം വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ ഹൃദയത്തിലേക്ക് വലിക്കുകയാണ് അല്ലെ. ശരിക്കും ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പോകുന്ന ഭാവത്തിലാണ് ഗുണ്ടിജ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. പക്ഷെ നമ്മൾ ഭക്തരെന്താണ് ഭഗവാനെ ഹൃദയത്തിലേക്ക് വലിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത് അല്ലെ. ഭഗവാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും തരും. അത്രമാത്രം പ്രസന്നനാണ് ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പോകുന്ന ഭാവത്തിലായതുകൊണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ 9ാമത്തെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഗുണ്ടിജ ക്ഷേത്രത്തിലെ പ്രവേശനമാണ്. അങ്ങനെ ഗുണ്ടിജ ക്ഷേത്രം എന്ന് പറയുന്ന വൃന്ദാവനവും ശ്രീമന്ദിരം എന്ന് പറഞ്ഞ ദ്വാരകയിൽ ഭഗവാൻ ഐശ്വര്യഭാവത്തിലിരിക്കുന്ന ഭഗവാൻ വൃന്ദാവനത്തിലെ പ്രേമഭാവത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ 2 ഭാവങ്ങളുടെ ആ ഒരു കൈമാറ്റമാണ് ഈ രഥയാത്രയിലൂടെ നടക്കുന്നത്. അപ്പൊ നമ്മള് ഏത് ഭാവത്തിലാണ് ഭഗവാനെ നമ്മൾ ഹൃദയത്തിലേക്ക് ആ വലിച്ച് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത്? നമ്മൾക്ക് ആ ഒരു പ്രേമ ഭക്തി നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ ഗുണ്ടിജയിലുള്ള ചടങ്ങുകൾ ഹൊറ പഞ്ചമി എന്ന് പറയുന്നു. ഭഗവാനെ തിരിച്ച് ശ്രീമന്ദിരത്തിലേക്ക് തിരിച്ച് വിളിക്കാൻ ലക്ഷ്മി ദേവി വരുന്ന സംഭവമാണ്. അപ്പൊ ലക്ഷ്മി ദേവി ഓർമ്മിപ്പിക്കാനായിട്ടാണ് വരുന്നത്. ഇതൊരു വലിയ ചടങ്ങായിട്ടാണ് ഇത് നടത്തുന്നത്. ഒരുപാട് സംഗീത സേവ, നൃത്തസേവ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. കീർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം മടക്ക യാത്രയാണ്. അത് ബഹുദ യാത്ര എന്നും പറയുന്നു. 9 ദിവസത്തിന് ശേഷം ജഗന്നാഥൻ ശ്രീമന്ദിരത്തിലേക്ക് മടങ്ങുന്ന ചടങ്ങാണ് അല്ലെ. അപ്പൊ ആ സമയത്ത് സുനാവേഷം എന്ന് പറയുന്ന ആ ഒരു ചടങ്ങുണ്ട്. ഭഗവാൻ സ്വർണ്ണാഭരണങ്ങളാൽ അലങ്കരിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ അതരപാന എന്ന് പറയുന്ന ചടങ്ങ് മൺകലങ്ങളിൽ തയ്യാറാക്കിയ വിശേഷ പാനീയം ഭഗവാന് സമർപ്പിക്കുന്നു. പിന്നീട് ആ കലങ്ങൾ പൊട്ടിക്കുന്ന ചടങ്ങാണ്. പിന്നെ അടുത്ത് നീലാദ്രി വിജയ എന്ന് പറയുന്ന ചടങ്ങാണ്. 13ാമത്തെ ചടങ്ങ് ജഗന്നാഥൻ ശ്രീമന്ദിരത്തിലേക്ക് തിരിച്ചെത്തുന്നു. ലക്ഷ്മി ദേവി ആദ്യം വാതിൽ തുറക്കാൻ തയ്യാറാകുന്നില്ല. ശേഷം കുറച്ച് പരിഭവമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ശേഷം ജഗന്നാഥൻ ലക്ഷ്മി ദേവിക്ക് രസഗുള സമർപ്പിക്കുന്ന ചടങ്ങാണ്. അതിനുശേഷമാണ് ഭഗവാനെ വീണ്ടും ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അപ്പൊ അതാണ് ഉത്സവത്തിന്റെ സമാപന ചടങ്ങ്. അപ്പം എത്ര രസമാണല്ലേ ജഗന്നാഥപുരിയിലെ രഥയാത്ര. അപ്പൊ നിങ്ങൾക്കൊക്കെ ആഗ്രഹമില്ലേ രഥയാത്രയിൽ പങ്കെടുക്കണമെന്ന്? ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ ജഗന്നാഥനെ തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ജഗന്നാഥൻ നമ്മുടെ ഈ ഒരു ലൈഫ് ടൈമിൽ തന്നെ നമുക്കത് പോകാനായിട്ട് തീർച്ചയായിട്ടും അതിന് അവസരം ഉണ്ടാകും. അപ്പൊ എല്ലാവർക്കും ജഗന്നാഥന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ജഗന്നാഥ്, ജയ് ബലദേവ്, ജയ് സുഭദ്രമായി കി ജയ്. ഹരേ കൃഷ്ണ. സർവ്വശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.